الدرس الثامن من دروس اللغة العربية لغير الناطقين بها. هذا الرجل تاجر وذلك الرجل طبيب. هذا الرجل താജിർ എന്ന് പറയുന്നത് എന്താണ്? ഹാദർ റജുലു താജിർ. ഈ മനുഷ്യൻ അല്ല, ഈ പുരുഷൻ കച്ചവടക്കാരനാണ്. വദാലിക റജുലു ത്വബീബുൻ. ആ പുരുഷൻ ഡോക്ടറുമാകുന്നു. അയാള് ഡോക്ടറുമാകുന്നു. ഓക്കെ. ഇസ്മു താജിരി, ഹാദർ റജുലു താജിർ എന്ന് പറഞ്ഞു, ഇയാള് കച്ചവടക്കാരനാണ്. വദാലിക റജുലു ത്വബീബുൻ, ആ വ്യക്തി ഡോക്ടറുമാണ്. ഇസ്മു താജിരി മഹ്മൂദുൻ വൈസ്മു ത്വബീബി സഈദുൻ. അർത്ഥം മനസ്സിലായല്ലോ? ഇസ്മു താജിർ കച്ചവടക്കാരന്റെ പേര് മഹ്മൂദ് എന്നും വൈസ്മു അത്വബീബി സഈദുൻ, ഡോക്ടറുടെ പേര് സഈദ് എന്നുമാണ്. അപ്പൊ ഇവിടെ ഇസ്മു താജിരി കച്ചവടക്കാരന്റെ പേര്, ഇസ്മു ത്വബീബി ഡോക്ടറുടെ പേര്. അവിടെ ഇന്റെ കൂടെ എന്ന് വരും. അത് മുദാഫ് ഇലൈഹി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഇടയ്ക്ക്. ആദ്യത്തേത് മുദാഫും രണ്ടാമത്തെ മുദാഫ് ഇലൈഹി, അങ്ങനെ. ഓക്കെ. ഹാദൽ ബൈത്തു ലിത്താജിരി, ഹാദൽ ബൈത്തു ലിത്താജിർ, ഈ വീട് കച്ചവടക്കാരന് വേണ്ടിയിട്ടാണ്. വദാലിക്കൽ ബൈത്തു ലിത്വബീബി, ആ വീട് ഡോക്ടറിന് വേണ്ടിയിട്ടാണ്. ഡോക്ടറുടേതുമാണ്. ഡോക്ടറിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ MSA എന്ന് പറയാം, മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്കിൽ. അത് ഡോക്ടറുടെ വീടുമാണ്, ഡോക്ടറിന് വേണ്ടിയുള്ളതുമാണ്. ഓക്കെ. ബൈത്തു താജിരി അമാമൽ മസ്ജിദി. അമാമ എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് എന്നാണ്. അമാമ ഇൻ ഫ്രണ്ട് ഓഫ്. ബൈത്തു താജിരി കച്ചവടക്കാരന്റെ വീട്. ബൈത്തു ത്വബീബി ഖൽഫൽ മദ്രസ. അല്ല, ബൈത്തു താജിരി അമാമൽ മസ്ജിദി, അമാമൽ മസ്ജിദി, മസ്ജിദിന്റെ മുന്നിൽ. മസ്ജിദിന്റെ ഇൻ ഫ്രണ്ട് ഓഫ് ദ മോസ്ക്, മസ്ജിദ്. കച്ചവടക്കാരന്റെ വീട് പള്ളിയുടെ മുമ്പിലാണ്. ബൈത്തു ത്വബീബി, ബൈത്തു ത്വബീബി ഡോക്ടറുടെ വീട് ഖൽഫൽ മദ്രസത്തി, ഇൻ ബിഹൈൻഡ് ഓഫ് എന്ന് പറയുന്നത് പുറകിലാണ്. ഖൽഫ എന്ന് പറയുന്നത് പിറകുവശം എന്നാണ്. ഖൽഫൽ മദ്രസത്തി, സ്കൂളിന് പിറകിലുമാണ്. ലിമൻ ഹാദിഹി സയ്യാറത്തു വലിമൻ തിൽക്ക, ഈ കാർ ആരുടേതാണ്? വലിമൻ തിൽക്ക, അത് ആരുടേതാണ്? ഈ കാർ ആരുടേതാണ്? ആ കാർ ആരുടേതാണെന്ന്. ലിമൻ ആർക്കാണ്? ആരുടേതാണ്? ലിമൻ ഹാദിഹി സയ്യാറത്തു, ഈ കാർ ആരുടേതാണ്? വലിമൻ തിൽക്ക, വലിമൻ തിൽക്ക എന്ന് പറഞ്ഞാൽ വലിമൻ തിൽക്ക സയ്യാറത്തു എന്നാ. അത് ആരുടേതാണ്? രണ്ട് കാറുകൾ, ഒരെണ്ണം നമ്മുടെ അടുത്ത് കിടക്കുന്നു, മറ്റേത് കുറച്ചു ദൂരെ കിടക്കുന്നു. അപ്പൊ നമ്മൾ ഈ കാർ ആരുടേതാണ്? ലിമൻ ഹാദിഹി സയ്യാറ വലിമൻ തിൽക്ക എന്നാണ് അർത്ഥം. മനസ്സിലായോ? അതിന്റെ ഉത്തരം എന്താണ്? ഹാദിഹി സയ്യാറത്തു ലിത്വബീബി വതിൽക ലിത്താജിരി. യെസ്, ഹാദിഹി സയ്യാറത്തു ലിത്വബീബി വതിൽക ലിത്താജിരി. ഈ കാറ് ഡോക്ടറുടേതും അത് കച്ചവടക്കാരൻ്റെതുമാണ് കാർ. ഹാദിഹി സയ്യാറത്തു മിനൽ യാബാൻ. യാബാൻ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? യാബാൻ, ജപ്പാനാണ്. ഇത് ജപ്പാൻ എന്നുള്ള കാറാണ്. വതിൽക മിൻ അമേരിക്ക, ആ കാറ് അമേരിക്കയിൽ നിന്നുള്ളതുമാകുന്നു. മനസ്സിലായോ? അപ്പൊ ഇത് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഒരു വാചകം പൂർണ്ണാശയത്തിലേക്ക് കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പഠിക്കുകയാണ്. ഹാദർ റജുലു താജിറുൻ വദാലിക റജുലു ത്വബീബ്. ബൈത്തു, അതിന് ഇടയ്ക്കുള്ളത് പറയാം. ബൈത്തു താജിരി അമാമൽ മസ്ജിദി വ ബൈത്തു ത്വബീബി ഖൽഫൽ മദ്രസത്തി. എന്റെ വീട് എന്നുള്ളതിന് അറബിയിൽ എങ്ങനെ പറയാ? ബൈത്തി. എന്റെ വീട് സ്കൂളിന് പിറകിലാണ്, അവളുടെ വീട് പിന്നെ പള്ളിയുടെ മുമ്പിലാണ്. എങ്ങനെ പറയും? ബൈത്തി ഖൽഫൽ മദ്രസത്തി. അവളുടെ വീട് എന്നുള്ളത് എങ്ങനെ പറയും? ബൈത്തുഹു എന്ന് പറഞ്ഞാൽ അവന്റെ വീടാ. ആണെങ്കിൽ ബൈത്തുഹായ, അമാമൽ മസ്ജിദ്. അമാമൽ മസ്ജിദ്. ബൈത്തുഹ അവളുടെ വീട്, ബൈത്തുഹു അവന്റെ വീട്.
അവർ പല എന്റെ കൂട്ടുകാരുണ്ട്, പല കൂട്ടുകാരുണ്ട്. അപ്പൊ എന്താ പറയും? ഹും ബൈത്തുഹും അവരുടെ വീട്. സ്ത്രീകളാണ് കൂട്ടുകാർ. ബൈത്തുഹുന്ന അവളുമാരുടെ വീടുകൾ. മനസ്സിലായല്ലേ? ബുയൂത്തുഹുന്ന. ഓക്കെ, വളരെ പഠിച്ചു തരാം, ടെൻഷൻ. ഇനി നമ്മള് തംരീനുകളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ചോദ്യം: മൻ ഹാദർ റജുലു വമൻ ദാലിക്കർ റജുലു. ആദ്യം നമ്മൾ വായിച്ച വാചകമാണ് അതിന്റെ ഉത്തരം. മൻ ഹാദർ റജുലു വമൻ ദാലിക്കർ റജുലു. ഈ പാഠത്തിന്റെ ആദ്യത്തെ വരി നോക്കൂ. ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഈ പുരുഷൻ ആരാണ്? ആ പുരുഷൻ ആരാണ്? ഇയാൾ ആരാണ്? എപ്പോഴും നമ്മൾ പുരുഷൻ എന്ന് പറയണതില്ല, ഇയാളെന്ന് പറഞ്ഞാൽ മതി. മൻ ഹാദർ റജുൽ വമൻ ദാലിക്കർ റജുൽ. എന്താണ്? ഇയാളാണ്, അയാളാണ്. ഉത്തരം പറയൂ. ഹാദർ റജുൽ താജിറുൻ വദാലിക റജുൽ തബീബ്. തബീബുൻ. മാ ഇസ്മു താജിരി? ഇസ്മു താജിരി മഹ്മൂദ്. ഇസ്മു താജിരി മഹ്മൂദ്. അടുത്തത് വമാ ഇസ്മു തബീബി? ഇസ്മു തബീബി സഈദ്. മിൻ ഐന സയ്യാറത്തു തബീബി. നമ്മൾ 5-6 വാചകങ്ങൾ വായിച്ചില്ല, അതിനകത്തുണ്ട് മിൻ ഐന സയ്യാറത്തു തബീബി. ചോദ്യത്തിന് അർത്ഥം മനസ്സിലായോ? സയ്യാറത്തു തബീബി മിൻ യാബാൻ. മിൻ യാബാൻ. മിനൽ യാബാൻ എന്നാണ് കൊടുത്തേക്കുന്നത്. മിനൽ യാബാൻ, ജപ്പാനിൽ നിന്ന്. മിൻ ഐന സയ്യാറത്തു തബീബ്. മിൻ ഐന സയ്യാറത്തു താജിർ? സയ്യാറത്തു താജിർ മിൻ അമേരിക്കി. മിൻ അമേരിക്ക. അല്ലെങ്കിൽ ഹിയ എന്ന് പറഞ്ഞാൽ അത് ആവർത്തിച്ച് സയ്യാറത്തു തബീബി എന്ന് ആവർത്തിച്ചില്ലെങ്കിൽ ഹിയ എന്ന് പറഞ്ഞാലും മതി. സയ്യാറത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹിയ മിൻ അമേരിക്ക എന്ന് പറഞ്ഞാലും ആവും. സയ്യാറത്തു തബീബി എന്ന് പറയുന്നത് ആണ് അതിന്റെ പൂർണ്ണോത്തരം. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, കാണാമോ? ഐന ബൈത്തു താജിർ. ഐന ബൈത്തു താജിരി? ബൈത്തു താജിരി അമാമൽ മസ്ജിദ്. അമാമൽ മസ്ജിദി. അമാമൽ മസ്ജിദി. ഐന ബൈത്തു തബീബി? ബൈത്തു തബീബി ഖൽഫൽ മദ്രസ. ഖൽഫൽ മദ്രസ. ഓക്കെ. ഇഖ്റ വക്തും. റീഡ് ആൻഡ് റൈറ്റ്. ഹാദൽ വലദു ഖാലിദുൻ വദാലിക്കൽ വലദു മുഹമ്മദ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ കുട്ടി ഖാലിദിന്റെ ആണ്. ഹാദൽ വലദു, ഈ കുട്ടി ഖാലിദാകുന്നു. ഖാലിദാകുന്നു. ഖാലിദ്. ആ കുട്ടി എന്താണ്? മുഹമ്മദ് ആകുന്നു. മുഹമ്മദ് ആകുന്നു. ഇനി അടുത്ത ഇങ്ങനെ വായിച്ച് പറയുന്നു. ഹാദർ റജുലു മുദർരിസ് വദാലിക്കർ റജുലു മുഹദ്ദിസ്. അങ്ങനെ തന്നെ വ്യക്തമായി പറയണം. മുഹദ്ദിസുൻ. ഈ പുരുഷൻ അധ്യാപകനാകുന്നു. അയാൾ എഞ്ചിനീയർ ആണ്. ഹാദൽ കിതാബി ജദീദുൻ വദാലിക്കൽ കിതാബി. എല്ലാം അതായത് പിന്നെ എല്ലാം റഫ ആയിട്ടാണ് പറയുന്നത്. റഫ എന്ന് പറഞ്ഞാൽ ലമ്മിട്ടാണ് പറയുന്നത്. ലമ്മല്ലാത്തത് വരുമ്പോ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും. അത് നമ്മൾ ഇനി മനസ്സിലാക്കി പഠിക്കും. ഇതിനകത്ത് നമ്മൾ അതിന്റെ ഓരോ വാക്കുകളുടെയും അവസാനത്തെ ഹർഫ് ഇഅ്റാബ് തെറ്റാതെ വായിച്ചു പോകണം. ഹാദൽ കിതാബു ജദീദുൻ വദാലിക്കൽ കിതാബു
ഖദീമുൻ. ഖദീം. മനസ്സിലായോ? ആ അതിന്റെ അർത്ഥം മനസ്സിലാവുന്നു. ആ എന്താണ്? എന്താ ഈ പുസ്തകം പുതിയതാകുന്നു, ആ പുസ്തകം പഴയതാണ്. ഓക്കെ. ഹാദിഹി സയ്യാറത്തു ലി അലിയിൻ. ഹാദിഹിൽ സയ്യാറത്തു എന്നായി. ഹാദൽ കിതാബ് എന്ന് പറഞ്ഞ കിതാബ് പുല്ലിംഗം ആയതുകൊണ്ടാണ്. ഹാദിഹി എന്ന് പറയുന്നത് സയ്യാറത്ത് സ്ത്രീലിംഗമായത്. ഹാദിഹി സയ്യാറത്തു ലി അലിയിൻ വതിൽക ലി ഖാലിദിൻ. ഈ കാർ അലിയുടേതും ആ കാർ ഖാലിദിന്റേതുമാകുന്നു. പിന്നെ ഹാദാ ബാബു ഹാദൽ ബാബു മഫ്തൂഹുൻ വദാലിക്കൽ ബാബു മുഗ്ലഖുൻ. ഈ വാതിൽ തുറക്കപ്പെട്ടതും ആ വാതിൽ അടയ്ക്കപ്പെട്ടതുമാകുന്നു. മുഗ്ലഖുൻ അടയ്ക്കപ്പെട്ടത്. ലിമൻ ഹാദിഹി സഅത്ത്. ഈ വാച്ച് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടേതാണ്? ഹിയ ലി അബ്ബാസ്. ഇത് അബ്ബാസ്. അബ്ബാസിന് വേണ്ടിയുള്ളത്. ഹിയ വന്നെന്താ? അബ്ബാസിനല്ല ഹിയ എന്ന് പറഞ്ഞതേ. ഹിയ ലി അബ്ബാസിന്. ഹിയ ലിമൻ ഹാദിഹി സഅത്ത്. ഈ ആരുടേതാണ് ഈ വാച്ച് എന്ന. അപ്പൊ നമ്മൾ ഇനി വാച്ചിനെ പറയുന്നത് ഹിയാന്ന്, അബ്ബാസിനെ അല്ല. വാച്ച് സെന്റൻസിൽ വന്നില്ലെങ്കിലും ഉത്തരത്തിൽ വന്നില്ലെങ്കിലും ഹിയ തന്നെ വരുമല്ലേ? വാച്ചിനെ കുറിച്ചാണല്ലോ പരാമർശിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരാൾ ചോദിക്കുന്നു ഈ വാച്ച് ആരുടേതാണ്? അപ്പൊ അത് അബ്ബാസിന്റേതാണ്. അതെന്ന് പറയുമ്പോ വാച്ചാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാച്ച് അപ്പൊ എന്താണ്? സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ടാണ് ഹിയ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നത്, ഞാൻ ചോദിക്കുന്നു നസീബ എവിടെ? നസീബ പെൺകുട്ടിയാണല്ലോ. അപ്പൊ നീ എന്താണ് പറയുന്നത്? അവൻ പുറത്താണെന്നാണ് പറയുന്നത്. അവൾ പുറത്താണ്. അവൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതിന്റെ ലിംഗമാണ് നോക്കേണ്ടത്. അത് മനസ്സിലായില്ലേ? ജെൻഡർ മനസ്സിലായോ? ലിമൻ ഹാദൽ കിതാബു എന്ന് ഞാൻ ചോദിക്കുക. ഇത് ആരുടെ ബുക്കാണ്? അപ്പൊ നീ എന്താ പറയുന്നത്? ഇത് നസീബയുടെ ബുക്കാണ്. നീ എങ്ങനെ പറയും? ബുക്ക് എന്നുള്ളത് എടുത്ത് പറയാം. ഹാദൽ കിതാബു ലി നസീബ. അല്ലെങ്കിൽ കിതാബ് പറയാമെന്ന് പറഞ്ഞേ. നസീബാത്ത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതിന്റെ ജെൻഡർ ആണ് നോക്കേണ്ടത്. മനസ്സിലായില്ല? ലിമൻ ഹാദിഹി സഅത്ത്. ഹാദിഹി സഅത്തു ലി അബ്ബാസ്. ഹിയ ലി അബ്ബാസ്. യെസ്. അഹാദൽ ബൈത്തു ലി ത്വബീബി. എന്താണ് അതിന്റെ അർത്ഥം? അഹാദൽ ബൈത്തു എന്ന് ചോദിച്ചാൽ ആണോ അൽ എന്നർത്ഥമാണ്. അഹാദൽ ബൈത്തു ലി ത്വബീബ് അല്ല. പറ. ലാ ഹുവ ലി മുദർരിസ്. ലാ ഹുവ ലിൽ മുദർരിസ്. അത് അധ്യാപകന്റേതാണ്. അല്ല, ഇത് അധ്യാപകന്റെ. യെസ് യെസ്. പിന്നെ അടുത്തത് അഹാദിഹി എന്താ? അഹാദിഹി ദജാജത്ത്. ദജാജത്തല്ല, ദർറാജത്ത്. ദർറാജത്ത്. സോറി, ദർറാജത്ത് ഇബ്നു മുഅദ്ദിൻ. അഹാദിഹി ദർറാജത്തു ലി ഇബ്നിൽ മുഅദ്ദിനി. മുഅദ്ദിൻ അങ്ങ് വിളിക്കുന്ന ആൾ. ലി ഇബ്നിൽ മുഅദ്ദിൻ. അഹാദിഹി ദർറാജത്തു ലി ഇബ്നിൽ മുഅദ്ദിൻ. നഅം. യെസ്. ഹാദിഹി ദർറാജത്തു ലി ഇബ്നിൽ മുഅദ്ദിനി. മനസ്സിലായില്ലേ? അഹാദിഹി ദർറാജത്തു ഈ സൈക്കിൾ ആണോ? അഹാദൽ ബൈത്തു ഈ വീടാണോ എന്നാണ്. ഓക്കെ. മൻ ഹാദൽ വലതു. പറ, അതിന്റെ ഉത്തരം പറയും. ആരാണ് ഈ കുട്ടി? ഈ കുട്ടി ആരാണ്? ആരാണ് ഈ കുട്ടി? ഹുവ താലിബും മിനസ് സ്വീനി.
ഇവൻ ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. അദാലിക്കൽ ബൈത്തു ജദീദുൻ. ആ വീട് പുതിയതാണോ? ലാ ഹുവ ഖദീമുൻ ജിദ്ദ. ജിദ്ദ എന്ന് പറഞ്ഞാൽ വളരെ വെരി എന്നുള്ള വളരെ അർത്ഥം. ആ ഖദീമുൻ ജിദ്ദ മീൻസ് വളരെ പഴയത്. അത് വളരെ വെരി ഓൾഡ് ആണ്. ഹാദിഹി സയ്യാറത്തു മിനൽ യാബാൻ വതിൽക മിൻ അമേരിക്ക. അമേരിക്ക. ഹാദിഹി സയ്യാറത്തു മിനൽ യാബാൻ. ഈ കാർ ജപ്പാനിൽ നിന്നുള്ളതാണ്. ജപ്പാനിൽ നിന്നുള്ളതാണ്. വതിൽക മിൻ അമേരിക്ക. ഹാദ സിക്കീനു മിൻ അൽമാനിയ. സിക്കീൻ മീൻസ് നൈഫ് ആണ്, കത്തി. ഹാദ സിക്കീനു മിൻ അൽമാനിയ. അൽമാനിയ എന്ന് പറയുന്നത് അറിയാം? ഏത് സ്ഥലമാണെന്നറിയാം? പറഞ്ഞു നോക്ക്. അൽമാനിയ ജർമ്മനി. ജർമ്മനിക്ക് അറബി പറയുന്നത് അൽമാനിയ. ജർമ്മനി. വതിൽക്കൽ മിൽആഖതു. ആ സ്പൂണ് മിൻ ഇംഗൽത്തറ. ഇംഗൽത്തറ എന്ന് പറയാം. ഇംഗൽത്തറ എവിടെയാന്ന് പറയാം? ഏത് രാജ്യം പറഞ്ഞു നോക്കൂ? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ചൈനയ്ക്ക് പറയുന്നത് സ്വീൻ, ജപ്പാൻ അൽ യാബാൻ, അമേരിക്ക അമേരിക്ക, ജർമ്മനിക്ക് അൽമാനിയ, ഓസ്ട്രിയക്ക് നംസാവിയ, റഷ്യക്ക് റൂസിയ, സിറിയക്ക് സൂരിയ. മനസ്സിലായോ? അങ്ങനെയൊക്കെ പറയാം. ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഓരോ രാജ്യങ്ങളുടെ പേരുകൾ കടന്നു വരും. ഇനി അടുത്തത് ഇഖ്റ അൽ മിസാൽ അൽ ആത്തി സുമ്മ ഹവ്വിൽ ജുമൽ അൽ ആത്തിയ മിസ്ലഹു. ശ്രദ്ധിച്ചു നോക്കണം. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം വായിക്കണം. എന്നിട്ട് ആ ഉദാഹരണത്തെ സുമ്മ ഹവ്വിൽ ചേഞ്ച് ചെയ്യണം. അൽ ജുമൽ അൽ ആത്തിയ താഴെ കൊടുത്തിരിക്കുന്ന ആ വാചകത്തെ മാറ്റണം. മിസ്ലഹു അതുപോലെ ആക്കണം. ഹാദാ കിതാബുൻ. ഇത് ഒരു ബുക്കാകുന്നു. ഹാദാ കിതാബുൻ. ദിസ് ഈസ് എ ബുക്ക്. ഹാദൽ കിതാബു ലി മുഹമ്മദിൻ. എന്താണ്? ഈ ബുക്ക് മുഹമ്മദിന്റേതാകുന്നു. യെസ്. ഇനി അടുത്ത കുറെ വാചകങ്ങൾ വരുന്നുണ്ട്. അത് തെറ്റാതെ പറയണം. നമുക്ക് അടുത്ത ആ പേജിലേക്ക് പോവാം. യെസ്. ഓക്കെ, കാണാൻ പറ്റുമല്ലോ? അടുത്ത വായിക്കും. ഹാദാ ത്വബീബുൻ. അതിനടുത്ത് മിനൽ ഹിന്ദി. അതിനർത്ഥം എന്താണ്? ഈ ഡോക്ടർ ഇന്ത്യയിൽ നിന്നാണ്. ഹാദാ ത്വബീബുൻ. അപ്പൊ അതിനെ നമ്മൾ മാറ്റി ഹാദ ത്വബീബു. ഈ ഡോക്ടർ ആകുന്നത് മിനൽ ഹിന്ദി. എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള ആളാകുന്നു. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. ശേഷം വരുന്ന ഇസ്മിന് കസറ് കൊടുക്കും. ജറ് കൊടുക്കുന്ന ഹർഫുകളിൽ പെട്ടതാണ് ഈ മിൻ എന്നുള്ളത്. മിനൽ ഹിന്ദി. അതുകൊണ്ടാണ് ഹിന്ദി എന്ന് പറഞ്ഞത്. ഹാദിഹി സയ്യാറത്തുൻ. പറയൂ ബാക്കി. ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി. ഇത് പ്രിൻസിപ്പളിന്റെ മാനേജറുടെ കാറാകുന്നു. ഹാദിഹി സയ്യാറത്തുൻ. ഇതൊരു കാറാകുന്നു. ഹാദിഹി സയ്യാറത്തു. ഈ കാറ് ലിൽ മുദീരി. മുദീരിന്റേതാകുന്നു. പിന്നെ അടുത്തത് ദാലിക വലതു ഇബ്നു മുദർരിസ്. ദാലിക്കൽ വലതു ഇബ്നുൽ മുദർരിസി. അത് മുദർരിസിന്റെ അധ്യാപകന്റെ മോനാകുന്നു. തിൽക സഅത്തുൻ. തിൽക സഅത്തു മീൻ സഅത്തുൻ എന്താണ്? തിൽക ഹാദാ ഹാദിഹി ദാലിക തിൽക. മറന്നു പോരുത്. സുവൈസിറ. സുവൈസിറ എന്ന് പറയുന്നത് അറിയോ? സുവൈസിറ സ്വിറ്റ്സർലൻഡ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ?
ആ എവിടെ കേട്ടു? അല്ല കേട്ടിട്ടുണ്ട് രാജ്യത്തിന്റെ സ്വിസ് നിർമ്മിത വാച്ച് എന്ന് പറഞ്ഞ പ്രധാനമാണ്. സ്വിസ് നിർമ്മിത വാച്ച്. സ്വിറ്റ്സർലൻഡ്, മെയ്ഡ് ഇൻ സ്വിറ്റ്സർലൻഡ്. ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള വാച്ചിന്റെ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അതിന് സുവൈസിറ എന്നാ പറയുന്നത്. ഓക്കെ, സുവൈസിറ. ഹാദ തിൽക സാഅത്തുൻ. തിൽക സാഅത്തു മിൻ സുവൈസിറ. ഓക്കെ. ഹാദ ബൈത്തുൻ. ഹാദൽ ബൈത്തു ലിൽ മുഹന്ദിസി. ഓക്കെ. ഹാദ ഖലമുൻ. ഹാദൽ ഖലമു ലി അബ്ബാസി. യെസ്. ذلك الرجل. ذلك الرجل മുഅദ്ദിന. ذلك الرجل مؤذن. ആ മനുഷ്യൻ മുഅദ്ദിനാകുന്നു. ഹാദിഹി ബൈളത്തുൻ. This is an egg. ഹാദിഹിൽ ബൈളത്തു കബീറത്തു. യെസ്. ഹാദാ മിൻദീലുൻ. മിൻദീൽ എന്താണ് പഠിച്ചതാ? കർച്ചീഫ്. ഹാദാ മിൻദീലുൻ. ഹാദൽ മിൻദീലു വസീഖുൻ. വസീഖുൻ, അഴുക്കായതാണ്. ഹാദിഹി ഹഖീബത്തുൻ. ഹാദിഹിൽ ഹഖീബത്തു ലിൽ മുദരിസി. യെസ്, മനസ്സിലായല്ലോ. സർ. ഇഖ്റ അൽ മിസാൽ അൽ ആതി ثم كون أسئلة وأجوبة مثله. ഇഖ്റ വായിക്കണം. അൽ മിസാൽ അൽ ആതി താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം. സുമ്മ പിന്നീട് കവ്വിൻ നീ ഉണ്ടാക്കണം, നിർമ്മിക്കണം. അസ്ഇലത്തൻ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. സുആൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, അസ്ഇലത്ത് ചോദ്യങ്ങൾ, ജവാബ് ഉത്തരം, അജീബത്ത് ഉത്തരങ്ങൾ, പിന്നീട് ഉത്തരങ്ങളും ഉണ്ടാക്കണം. മിസ്ലഹു അതുപോലെ. ചോദ്യം ഇതാണ്, ലിമൻ ഹാദൽ കിതാബ്. പടമുണ്ട്, അപ്പൊ അപ്പുറം ഇപ്പുറം പടം മാത്രമേ ഉള്ളൂ, അതിന് അപ്പുറം ഇപ്പുറം ഉള്ളത് ഉണ്ടാക്കണം. ലിമൻ ഹാദൽ കിതാബു. ഹാദൽ കിതാബു ആരുടേതാണ്? ഹാദൽ കിതാബു ലി മുഹമ്മദിൻ. ഇനി അടുത്ത് പറയൂ. ലിമൻ ഹാദൽ ഖലം. ഹാദൽ ഖലമു ലി അബ്ബാസി. പിന്നെ അടുത്തത് ലിമൻ മിഫ്താഹുൻ. മിഫ്താഹുൻ അല്ലേ? ലിമൻ ഹാദൽ മിഫ്താഹുൻ. ഹാദൽ മിഫ്താഹു ലി അലിയിൻ. ഓക്കേ, ഇനി അടുത്തത് ലിമൻ ഹാദിഹി സയ്യാറത്തു. ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി. ലിൽ മുദീരി. ലിൽ മുദീരി. പിന്നീട് ലിമൻ ഹാദിഹിൽ ബക്കറത്ത്. ഹാദിഹിൽ ബക്കറത്തു ലിൽ ഫല്ലാഹി. കണ്ടോ, അവിടെ നീ ഹാദിഹിൽ ബക്കറത്തു എന്നാ പറഞ്ഞത്, ഹാദൽ ബക്കറത്തു എന്നല്ല. ശരിയായ ഉത്തരവാണ് നീ പറഞ്ഞത്, മനസ്സിലായോ? വേണമെങ്കിൽ ചോദിക്കാം, ഫല്ലാഹ് പുരുഷനല്ലേ, ഹാദ എന്ന് പറയാൻ എന്താണ്? ഹാദിഹിൽ ബക്കറത്തു എന്നല്ലേ പറഞ്ഞേ? ബക്കറയാണ് പരാമർശിച്ചത്. ബക്കറത്തിനെ പറഞ്ഞില്ലെങ്കിൽ ഹാദിഹി ലിൽ ഫല്ലാഹി എന്ന് പറയും, മനസ്സിലായോ? ഹാദിഹി ലിമൻ ഹാദിഹിൽ ബക്കറത്തു. ഹാദിഹിൽ ബക്കറത്തു ലിൽ ഫല്ലാഹി, അല്ലെങ്കിൽ ഹാദിഹി ലിൽ ഫല്ലാഹി. ഓക്കെ, അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിലേക്ക് പോവാം. ഇനി അടുത്തത് നോക്കാം. ലിമൻ ഹാദിഹി ഹഖീബത്ത്. അത് ഹക്കീമത്താണോ? അല്ലേ? ആയിരിക്കും. റേഡിയോ അല്ലല്ലോ. ബാഗ് അല്ല. ബാഗാണ്. അപ്പൊ ശരിയാ, ബാഗ്. ഓക്കെ. ഹാദിഹിൽ ഹഖീബത്തു ലിൽ മുദരിസ്. ലിൽ മുദരിസി. ഞാൻ അടുത്തത് ലിമൻ ഹാദൽ കുർസി. ഹാദൽ കുർസി ലിൽ അമ്മാരി. ലി അമ്മാരി. അടുത്തത്
ദജാജത്താണ് മതി. അമ്മാർ എന്നുള്ളത് മതി കേട്ടോ. അമ്മാർ. ലിൽ അമ്മാരിന്ന് വേണ്ട, ലി അമ്മാർ. ലിൽ ആലി പേരുകൾക്ക് കൂടെ അല്ലിഫ്ലാം സാധാരണ ചേർക്കാറില്ല. ഓക്കെ, മനസ്സിലായ? ആദൽ കുർസിയു ലി അമ്മാരി. ഓക്കെ, പിന്നെ അടുത്തത് എന്തുവാ? ദജാജത്താണ്. ദജാജത്താണ്. ലിമൻ ഹാദിഹിൽ ദജാജത്ത്. ഹാദിഹിൽ ദജാജത്തി. ദജാജത്തു ബൈത്തുൽ ഫല്ലാഹ്. ബൈത്തുൽ ഫല്ലാഹ്. ബിന്ദുൽ ഫല്ലാഹി. ബിന്ദുൽ ഫല്ലാഹ് കൃഷിക്കാരന്റെ പുത്രിയുടേതാണ്. മനസ്സിലായോ? ലിമൻ ഹാദിഹി സാഅത്ത്. ഹാദിഹി സാഅത്തു ഇബ്നു മുദീർ. ലി ഇബ്നുൽ മുദീരി. മനസ്സിലായോ? ലി ഉണ്ടല്ലോ, ഇത്രയും എല്ലാം ശരിയായിട്ടാ, വളരെ ശരിയായിട്ടാ പറഞ്ഞു. ദജാജത്ത് നോക്കൂ. ലിമൻ ഹാദിഹി ദജാജത്തു. ഹാദിഹി ദജാജത്തു ലി ബിന്തിൽ ഫല്ലാഹി എന്നാണ്, ബിന്തി എന്നാ പറഞ്ഞത്. കാരണം അവിടെ ലീ വന്നത് കൊണ്ടാ. മനസ്സിലായോ? ബിന്തുൽ ഫല്ലാഹ് എന്നാണ് യഥാർത്ഥ വാക്ക്. ബിന്തുൽ ഫല്ലാഹ്. മനസ്സിലായോ? ബിന്തുൽ ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്തോ എന്റെ അർത്ഥം? കർഷകന്റെ മകൾ, കർഷകന്റെ പുത്രി. ഓക്കെ, അപ്പൊ ലീ വന്നുകൊണ്ടാണ് ലി ബിന്തുൽ ഫല്ലാഹ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് ലിമൻ ഹാദ ബൈത്ത്. ലിമൻ ഹാദൽ ബൈത്ത്. ബൈത്തു. ഹാദൽ ബൈത്തുലി തൊബീബി. എന്തായിരുന്നു പറഞ്ഞു? ലിമൻ ഹാദിഹിൽ മിൽആഖത്തു. ഹാദിഹിൽ മിൽആഖത്തു ലിത്തൊബീബി. അല്ല, ത്വാലിബി. ഹാദിഹിൽ മിൽആഖത്തു ലിത്വാലിബി. മിൽആഖത്ത് ഇല്ലാതെ എങ്ങനെ പറയും? ഹിയ അല്ലേ? ഹിയ എന്നല്ല, ഹാദിഹി എന്ന് ചോദിച്ചു. ഹാദിഹി. ഹാദിഹി മിൽആഖത്തു ഹാദിഹി ലിത്വാലിബി. ഓക്കെ, തഅമ്മൽ അൽ അംസലത്തുൽ ആതിയ. ഉദാഹരണങ്ങൾ: അൽ ബൈത്തു, ഫിൽ ബൈത്തി, മിനൽ ബൈത്തി, ഇലൽ ബൈത്തി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എന്തോ? അൽ ബൈത്തു വീട്, ഫിൽ ബൈത്തി വീട്ടിൽ, മിനൽ ബൈത്തി വീട്ടിൽ നിന്നു, ഇലൽ ബൈത്തി വീട്ടിലേക്ക്. പിന്നെ അടുത്ത അർത്ഥം ഒന്ന് പറഞ്ഞു പോയെ. മുസ്തഷ്ഫ എന്നുവെച്ചാ മുസ്തഷ്ഫയുടെ അർത്ഥം എന്താ? ഹോസ്പിറ്റൽ. ആശുപത്രി. ദ ഹോസ്പിറ്റൽ. പിന്നെ ഹോസ്പിറ്റൽ, ഫ്രം ദ ഹോസ്പിറ്റൽ ടു ദ ഹോസ്പിറ്റൽ. മനസ്സിലായോ? അടുത്തത് അമേരിക്ക. പിന്നെന്താ? അമേരിക്ക. ഇൻ അമേരിക്ക, ഫ്രം അമേരിക്ക, ടു അമേരിക്ക. അൽമാനിയ. എന്ന് വെച്ചാ ജർമ്മനി. ജർമ്മനി. ഇൻ ജർമ്മനി, ഫ്രം ജർമ്മനി, ടു ജർമ്മനി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. കേട്ടിട്ടുണ്ടോ? ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ടു ദ പീപ്പിൾ. അങ്ങനെ ജർമ്മനി അല്ല, സോറി, ഡെമോക്രസി. കേട്ടിട്ടുണ്ട്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. കേട്ടിട്ടില്ലേ? ഉണ്ട്. നീ പറഞ്ഞത് എനിക്ക് അതാ ഓർമ്മ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം.
അടുത്തൊരു പേജ് കൂടെ ഉണ്ടല്ലോ, ഒരു എക്സർസൈസ് കൂടെ. ബുക്ക് ഉണ്ടല്ലോ കയ്യില്, അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഇടുന്നുണ്ടല്ല. ഇല ഫറൻസ, ഫ്രാൻസോ, ഫ്രാൻസ്. അതിന്റെ അർത്ഥം എന്താ? റഹബ വന്നു അല്ലേ, അല്ലേ പോയി. ഹാമിദ് ഫ്രാൻസിലേക്ക് പോയി. ഇല ഫ്രാൻസ്. മഹ്മൂദ് മരീദുൻ ഹുവ അൽ ആൻ ഫിൽ മുസ്തശ്ഫ. മഹ്മൂദ് മരീദുൻ എന്ന് പറയാൻ എന്തോ? രോഗിയാണ്. ഹുവൽ ആന ഫിൽ മുസ്തശ്ഫ എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. റഹബ അബ്ദുള്ള മിൻ അൽമാനിയ ഇല ഇംഗൽത്തറ. അബ്ദുള്ള പോയി അൽമാനിയയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക്. അൽമാനിയ ജർമ്മനി. ഹാദൽ കിതാബു ലി ഈസ വദാലിക്കൽ കിതാബു ലി മൂസ. ഈ പുസ്തകം ഈസയുടേതാണ്, ആ പുസ്തകം മൂസയുടേതാണ്. ഹാദൽ മുഹന്ദിസി മിൻ അമേരിക്ക. ഹാദൽ മുഹന്ദിസു മിൻ അമേരിക്ക. ഈ എഞ്ചിനീയർ അമേരിക്കയിൽ നിന്നുമാണ്. അടുത്തത് അസ്സബൂറത്തു അമാമ ലിത്വാലിബി വഹിയ ഖൽഫൽ മുദരിസ്. അസ്സബൂറത്തു ബോർഡ്, അമാമ ത്വാലിബി എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ് ത്വാലിബ്, വിദ്യാർത്ഥിയുടെ മുന്നിലാണ് ആ ബോർഡ്. മനസ്സിലായോ? പിന്നെ വഹിയ ഖൽഫ മുദരിസ്, സബൂറത്ത് അമാമ ത്വാലിബി കുട്ടികളുടെ മുമ്പിലാണ്. വഹിയ ഖൽഫൽ മുദരിസി അധ്യാപകന്റെ പിറകിലുമാണ്. അല്ലേ? ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, അധ്യാപകന്റെ പിറകിലല്ലേ ബോർഡ്, കുട്ടികളുടെ മുമ്പിലും അല്ലേ? അതാണ്. അയിന സയ്യാറത്തുൽ മുദരിസി ഹിയ അമാമൽ മദ്രസത്തി. അധ്യാപകന്റെ കാർ എവിടെയാണ്? അത് എന്താണ്, സ്കൂളിന്റെ മുന്നിലാണ്. അയിന ബൈത്തുൽ ഇമാമി. ഇമാമിന്റെ വീട് എവിടെയാണ്? ബൈത്തുൽ ഇമാമി ഖൽഫൽ മസ്ജിദി. ഇമാമിന്റെ വീട് മസ്ജിദിന്റെ പുറകിലാണ്. അയിന ജലസ ഹാമിദ്. ഹാമിദ് എവിടെയാണ് ഇരുന്നതെന്ന്? ജലസ ഖൽഫ മഹ്മൂദ്. മഹ്മൂദിന്റെ പിറകിലാണ് ഇരുന്നത്. ദഹബ അമ്മാറു ആണ്. ദഹബ അമ്മാറു ഇലൽ മസ്ജിദി വജലസ അമാമുൽ മിഹ്റാബി. മിഹ്റാബ് എന്ന് പറഞ്ഞാല് പള്ളിയുടെ മുമ്പില് ഇമാമിന് നിൽക്കാൻ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ സ്ഥലമാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ പള്ളികളിൽ? മിമ്പർ പ്രഭാഷണം നടത്താൻ വേണ്ടി കയറുന്ന ഉയർന്ന പീഠം. മറ്റേത് ഈ മിമ്പറിനോട് ചേർന്ന് മിഹ്റാബ് ഉണ്ട്.
ചെറിയൊരു മുറി പോലെ തള്ളിയിരിക്കും. ഒന്ന് സഫിൽ നിന്നും മാറി ഇമാമിന് വേണ്ടി മാത്രം. കണ്ടിട്ടില്ലേ പള്ളിയിലെ? കണ്ടിട്ടുണ്ട്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കെട്ടിടം പോലെ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ പറഞ്ഞു എന്താണ്, അമ്മാർ പള്ളിയിലേക്ക് പോയി, എന്നിട്ട് എന്താണ് മിഹ്റാബിന്റെ മുന്നിൽ ഇരുന്നു. അപ്പൊ ഈ അമാമയ്ക്കും ഖൽഫയ്ക്കും ശേഷം വരുന്ന വാക്കുകൾക്ക് ജെറായിരിക്കും. അത് ജെറ് ചെയ്യും. അമാമൽ മുദരിസി, അമാമൽ മിഹ്റാബി, ഖൽഫൽ മദ്രസത്തി. മനസ്സിലായോ? നമ്മൾ പുതിയതായിട്ട് പഠിച്ച പാഠങ്ങൾ ഏതൊക്കെയാ? വാക്കുകൾ അൽമാനിയ, ഇംഗ്ലത്തറ, അതെങ്ങനെ വായിക്കുന്നത്? ഇംഗ്ലത്തറ അതല്ല, അതിന്റെ അപ്പുറത്തെ സുവൈസിറ, സക്കീൻ, സുവൈസിറ എന്നിട്ട് സിക്കീൻ, ഫറൻസ, അമാമ, ഖൽഫ. നമ്മുടെ ബുക്കിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഈ പുതിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൊക്കാബുലറി ഓഫ് മോഡേൺ ടേംസ് ഉണ്ട്. അത് പിന്നീട് സൗകര്യമായിട്ട് എടുത്ത് നോക്കിയാൽ മതി. ഇതില് അപ്പൊ ഇത് നോക്കൂ, ലിമൻ ആരുടേതാണ് ആരുടേതാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. ലിമൻ സുആലു നാനിൽ ആഖിലി, ഒരു ബുദ്ധിയുള്ള ജീവി, അവരെ കുറിച്ച് ചോദിക്കേണ്ടി വരുമ്പോഴാണ് ലിമൻ ഉപയോഗിക്കുന്നത്. ലിമൻ ഹാദൽ ബൈത്തു, എന്താണ് അതിന്റെ അർത്ഥം? ഇത് ആരുടെ വീടാണ്? ഹാദൽ ബൈത്തു ലിത്താജിരി. ലിമൻ ദാലിക്കൽ ബൈത്തു ലിത്തൊബീബ്. ഇത് നമ്മൾ ഇതിനകത്ത് പഠിച്ചാണ്, പുതിയതായിട്ട് പഠിച്ചൊരു വാചകമാണ്, ഒരു പ്രയോഗമാണ്. മറ്റൊന്ന് അമാമ ഖൽഫ എന്നാണ്. അമാമ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ഇൻ ഫ്രണ്ട് ഓഫ്. ബിഹൈൻഡ് എന്നാണ്. ഖൽഫ എന്ന് പറഞ്ഞാൽ പിറകിൽ എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ആ ഉദാഹരണങ്ങളൊക്കെ കണ്ടില്ല? അസ്സബൂറത്തു അമാമ താലിബി, അസ്സബൂറത്തു ഖൽഫൽ, ഐന സയ്യാറത്തുൽ ഇമാമി ഹിയ അമാമൽ മദ്രസത്തി. ഐന ജലസ ഹാമിദ്, ജലസ ഹാമിദുൻ, ജലസ ഖൽഫ മഹ്മൂദിൻ. എന്താണ് ഖൽഫ മഹ്മൂദ് എന്ന് പറയുന്ന അർത്ഥം? മഹ്മൂദിന്റെ പിറകിൽ. അപ്പോ മഹ്മൂദിന്റെ പിറകിൽ. അപ്പോ ഖൽഫ എന്നുള്ളത് മുലാഫാണ്, മഹ്മൂദ് എന്നുള്ളത് മുലാഫ് ഇലൈഹിയാണ്. മഹ്മൂദിന്റെ പിറകിൽ. ഇനി അടുത്തത് നോക്കൂ, അമാമ ത്വാലിബി എന്താണ്? വിദ്യാർത്ഥിയുടെ മുമ്പിൽ. അമാമ എന്നുള്ളത് മുലാഫ്, അത്വാലിബി എന്നുള്ളത് മുലാഫ് ഇലൈഹി. മുലാഫ് ഇലൈഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് ജർ ആയിരിക്കും. ത്വാലിബി, മഹ്മൂദിൻ, ഖൽഫ മഹ്മൂദ്. മനസ്സിലായല്ലേ? ഓക്കെ. ഇനി അതാണ് മുലാഫ് ഇലൈഹി, അങ്ങനൊരു നിയമമാണ്. ഹാദൽ ബൈത്തു ലിത്താജിരി, ലിത്താജിർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ്റെതാണ്. അല്ലാമാണ് ലിത്താജിരി എന്ന് പറഞ്ഞത്. അല്ലാമു ഹർഫു ജർറിൻ എന്നാണ്. ജർ ചെയ്യുന്ന ഹർഫിൽപ്പെട്ട മിൻ, ഇല, അൻ, അല, ഫി, ബി, അതിനകത്തുള്ളതാണ് ലാമ. ലിത്താജിരി, കച്ചവടക്കാരൻ്റെത്. അത് ലിത്താജിറ എന്ന് പറയത്തില്ല, കാരണം അവിടെ ലി വന്നത് കൊണ്ട്, ലാമു വന്നത് കൊണ്ട്. മനസ്സിലായോ? ലിത്തൊബീബി, ലിൽ മുദരിസി. ഇനി വേറൊരിതുണ്ട്, ഹാദർ റജുലു താജുറുൻ. കണ്ടോ അത് താഴെ എഴുതിയിരിക്കുന്നത്? ഈ സ്ക്രീനിൽ കാണുന്നില്ലേ? ഹാദർ റജുലു താജിറുൻ. ഹാദ എന്ന് പറയുന്നത് മുബത്തദ എന്ന് പറയും. മുബത്തദന്റെ ഒരു പ്രത്യേക പാഠം നമുക്ക് വരുന്നുണ്ട്. ഹാദ ഇതാകുന്നത്, അതാണ് മുബത്തദ. മുബത്തദ എന്ന് പറയുന്ന ഒരു വാചകത്തിന്റെ തുടക്കം. ഹാദർ റജുലു, ഈ ഹാദ ഇത്, അർ റജുലു, ഹാദ എന്നുള്ളതിനെ ഒന്ന് വിശദീകരിച്ചാണ്, ബദലാണ്. ബദൽ എന്ന് പറയും. ഹാദർ റജുലു, ഈ മനുഷ്യനാകുന്നത്. അത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഇതിൽ ഒരു ആശയത്തിലേക്ക് എത്താണ്. താജുറുൻ ഖബറാണ്. താജുറുൻ, താജിർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. ഹാദ താജിറുൻ എന്ന് പറഞ്ഞാൽ ഇത് മുബത്തദ. ഹാദ എന്ന് പറഞ്ഞാൽ മുബത്തദ എന്നും, റജുൽ എന്ന് പറഞ്ഞാൽ
താജിർ എന്ന് പറഞ്ഞാൽ ഖബർ എന്നും പറയും. ഹാദർ റജുലു താജിറുൻ, ഈ മനുഷ്യൻ എന്നത് കച്ചവടക്കാരനാകുന്നു. മുബ്തദഉം ഖബറും അത് നമ്മൾ പ്രത്യേക ഒരു പാഠത്തിൽ വരുന്നുണ്ട്. ദാലിക്കൽ ബൈത്തു, അത് ദാലിക്ക എന്ന് പറഞ്ഞാൽ അത്, അതിനെ അതെന്നെ ഒന്ന് വിശദീകരിച്ച് പറയാണ് ബദൽ എന്ന് പറയുന്നത്. അൽ ബൈത്തു ദാലിക്കൽ, ആ വീടാകുന്നത് ലിത്തൊബീബി. എന്താണ് ദാലിക്കൽ ബൈത്തു ലിത്തൊബീബ് എന്ന് പറഞ്ഞാൽ ആ വീട് ഡോക്ടറുടേതാണ്. ഡോക്ടറുടേതാണ്. നമ്മൾ വായിച്ചർത്ഥം പറഞ്ഞു പോയി, പക്ഷെ അതിനകത്ത് ചില ഗ്രാമർ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ നിന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. മുബത്തത് ഖബർ ബദൽ എന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. നമ്മൾ ആ പാഠങ്ങളിലേക്ക് പോകുന്നു. അതിന്റെ മുമ്പായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അമാമ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ഖൽഫ എന്ന് പറഞ്ഞാൽ പിറകിലാണ്. അത് ലർഫ് ജമാൻ, ലർഫ് മക്കാൻ എന്നൊക്കെ പറയും. അമാമ എന്ന് പറഞ്ഞാൽ ഒരു ലർഫ് എന്ന് പറയും. ഒരാളുടെ മുമ്പിൽ, ഒരാളുടെ പിറകിൽ, ഒരാളുടെ മുകളിൽ, ഒരാളുടെ താഴെ. അപ്പൊ ഇങ്ങനെ ദിക്കുകളൊക്കെ പറയാം. അതിനെ ലർഫ് എന്ന് പറയുന്നത്. ഞാൻ അതൊന്നും എന്റെ ഒരു ആമുഖം എന്നുള്ളതിൽ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഹുറൂഫുൽ ജർ, സംശയങ്ങളൊക്കെ നമുക്ക് പറയാം, സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജർ, ഒരു പിറകെ വരുന്ന കസർ കൊടുക്കുന്ന, ജർ കൊടുക്കുന്ന അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ ജർ എന്ന് പറയുന്നത്. മിൻ എന്തിനുപയോഗിക്കുന്നതാണ്? മിൻ എന്ന് പറയാൻ അർത്ഥം എന്താണ്? ഫ്രം, തുഫീദുൽ ബിദായത്ത്, ഒരു തുടക്കത്തിന്, ഇവിടെ നിന്ന്, അതിനാണ്. ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല അംരീക്ക എന്ന് പറഞ്ഞാൽ, ഇല എന്ന് പറഞ്ഞാൽ ഏക്ക്, ടു എന്ന് പറയും. തുഫീദുൽ നിഹായ, ഒരു അന്ത്യം, ഒരു ഇന്ന സ്ഥലത്തേക്ക്, അതിനെ സൂചിപ്പിക്കാനാണ് ഇല ഉപയോഗിക്കുന്നത്. ഫി എന്ന് പറയുന്നത് തുഫീദ് ലർഫിയത്ത്, ലർഫിയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു അതിന്റെ സ്ഥാനം പറയാൻ ഉപയോഗിക്കും. അൽ കലമു ഫിൽ ജൈബി, പോക്കറ്റിലാകുന്നു, ഉള്ളിൽ, അതിന്റെ സ്ഥാനം സൂചിപ്പിക്കുക. അല എന്ന് പറഞ്ഞാൽ അൽ കിതാബു അല തോവിലത്തി, അത് തുഫീദ് ഉയർന്ന സ്ഥലത്ത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലാമു ലി താജിർ എന്ന് പറഞ്ഞില്ലേ, തുഫീദുൽ മിൽക്ക്, ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും പോരെ?